വിയർപ്പിൽ കുതിർന്ന അവൻ്റെ നെഞ്ചിൽ കവിളുകൾ ചേർത്ത് വെച്ചവൾ ഏറെ നേരം മൗനമായി പരിഭവിച്ചു. രണ്ടുപേരും അത്രയും തളർന്നു പോയിരുന്നു. സങ്കടം വന്നു പോയിരുന്നു. പിരിയാനാവാത്ത വിധം അടുത്തു പോയിന്ന് ആ നിമിഷമാണ് അറിഞ്ഞത്. ദർശ, എന്നെ ഇവിടെ പൂട്ടിയിട്ട് ദർശ, ഫോണെല്ലാം എടുത്തു വെച്ചു. ഒന്നുകൂടി അവനിലേക്ക് ഒട്ടിക്കൊണ്ട് പരാതി പറഞ്ഞവൾ അവൻ്റെ ഉള്ളിൽ കിടന്ന് ഒരുക്കുന്നുണ്ടായിരുന്നു. ഓരോ നിമിഷവും ഊഹിച്ചിരുന്നു ഇതൊക്കെ. അതാണ് ഓടി വന്നത്. ഇവളില്ലാതെ എങ്ങനെയാ ഞാൻ? സ്വന്തമെന്ന് പറയാൻ ആകെയുള്ള നിധിയാണ്. നഷ്ടപ്പെടുത്തില്ല ശിവ. നമുക്ക് പോകാൻ തുമ്പി, പതിയെ പറഞ്ഞവൻ. മെല്ലെ ഒന്ന് മോളിയതേയുള്ളൂ. എതിർത്തില്ല. ഇനിയും എതിർത്ത് നിന്നാൽ അവനെ നഷ്ടപ്പെടും എന്നുള്ള ഭയം അവളിൽ വേരുറച്ചു പോയിരുന്നു. അതിനപ്പുറം അവനില്ലായ്മ തീർത്ത നോവ് ഹൃദയം മാറോ പിടിച്ച് ഞെരിക്കുന്ന പോലെ. ശ്വാസം എടുക്കാൻ പോലും വയ്യാതെ. പ്രണയമെന്നാൽ അത്രയും നോവെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ. എങ്ങനെയാ പോവാ? കണ്ണുകൾ വിടർത്തി ചോദിക്കുന്നുണ്ട് തുമ്പി. അവൻ്റെ നോട്ടം മുഴുവനും ആ കുഞ്ഞു മുഖത്തേക്കായിരുന്നു. കരഞ്ഞു ചുവന്ന വാടിയ പൂവ് പോലെ. ആ കണ്ണുനീര് പോലും തന്നോടുള്ള അവളുടെ പ്രണയമാണ്. എല്ലാവരും വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരു പടുജന്മത്തിനെ അവരുടെ എല്ലാം രാജകുമാരി പ്രണയിക്കുന്നു. വൈഡാണ്. മുഖം കുനിച്ച് അവളുടെ കൺപീരിയിൽ തങ്ങി നിൽക്കുന്ന കണ്ണുനീർത്തുള്ളിയിൽ പതിയെ ചുണ്ടു ചേർത്ത് വെച്ചവൻ. വേദനിച്ചോ നിനക്ക്? മറ്റൊരു ചോദ്യമായിരുന്നു അവനിൽ. തുമ്പി എന്ന് ചിരിച്ചു. മരിച്ചു പോകുന്നത് പോലെ തോന്നി, ഭ്രാന്ത് പിടിച്ച പോലെ. നന്നെ നേർത്തു പോയി ഇവളുടെ മറുപടി. വീണ്ടും അവളെ ചേർത്ത് പിടിച്ചവൻ. ഈ ജന്മം അനുഭവിച്ചു തീർത്തതിന് അത്രയും പകരമായി തന്നതാകും ഇവളെ. തുമ്പി, ഞാൻ ഒരു ഭ്രാന്തനാണ്. ഒരിക്കൽ വന്നിട്ട് ഞാനും, നീയില്ലെങ്കിൽ ഞാനും ഒരു ഭ്രാന്തിയെ ദർശ. കണ്ണു നിറഞ്ഞു പോയവൻ്റെ. പക്ഷേ ആ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നിയന്ത്രിക്കാനാവാത്തത്ര. കുറേ ഉമ്മ തിരിഞ്ഞാൻ ഈ ദേഷ്യം തീരുവോളം. പെണ്ണൊരു കള്ളച്ചീരിയോടെ പറഞ്ഞു. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ ഭ്രാന്തമായി നുണഞ്ഞ് ചുംബിച്ചവൻ. ആഴത്തിൽ, അത്രയും തീവ്രമായി. തുമ്പിയുടെ വിരലുകൾ അവനിൽ മുറുകി. തുമ്പിയൊന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ മുടിയിഴകൾ കോർത്തു വലിച്ചു. വല്ലാത്തൊരു ലഹരിയായിരുന്നു അവർക്കത്. തൻ്റെ നെഞ്ചൊപ്പം മാത്രം ഉയരമുള്ളവളെ എടുത്തുയർത്തി തൻ്റെ ഇടുപ്പിലായി ഇരുത്തിയവൻ. അപ്പോഴും മാത്രങ്ങൾ തമ്മിൽ അകറ്റി മാറ്റാൻ മടിച്ചു നിന്നു ഇരുവരും. തൻ്റെ മടിയിലായി കിടക്കുന്നവൻ്റെ നിറകയിൽ പതിയെ തലോടി തുമ്പി. അവനാക്കി ക്ഷീണിച്ച പോലെ പതിയെ മുഖം കുനിച്ച് ആ നെറുകയിൽ നിന്ന് ചുണ്ടു ചേർത്തവൾ. അതേ, എങ്ങനെ കിടന്നാ എങ്ങനെയാ? പോവണ്ടേ നമുക്ക്? പെണ്ണിന് വീണ്ടും സംശയം. അളിയന്മാരോട് പറയാതെയോ? പല്ല് കടിച്ചുകൊണ്ടാണ് ചോദ്യം. ചെക്കൻ്റെ മുഖത്ത് ദേഷ്യം ഇരിച്ച് കയറുന്നുണ്ട്. അവൾക്ക് ചിരിയാണ് വന്നത്. എന്താടി ചിരിക്കുന്നേ? നിന്റെ ദേഷ്യം കണ്ടിട്ട്, എൻ്റെ ദേഷ്യം കണ്ടിട്ട് ആദ്യമായിട്ട് ചിരിക്കുന്ന ആൾ നീയാ. പെണ്ണിൻ്റെ മൂക്കിൽ ഒന്ന് പിടിച്ച് വലിച്ചവൻ. വിശക്കുന്നില്ലേ ദർശ? പിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അവളെ ഇമ്മ ചിമ്മാതെ നോക്കിയവൻ. തല്ല് കിട്ടും നിനക്ക്? ഞാൻ കുഞ്ഞാ, എൻ്റെ ഭാര്യ. ചെക്കൻ പിണങ്ങി. കണ്ണു നിറഞ്ഞവളുടെ ഈ മുഖം കാണാതെ കുറുമ്പും കുസൃതിയും ഇല്ലാതെ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ. നീ എനിക്ക് ആരൊക്കെയായി പോയി ചെക്ക? തുമ്പി, പോവാം. ബുക്സൊക്കെ എടുത്തോട്ടോ. പുലർച്ചെയായിരുന്നു. ഇല്ലിക്കൽ കാർ വന്ന് നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ടതും 4 പേരും വന്ന് അവരെ ചേർത്ത് പിടിച്ചു. തുമ്പി എവിടെയേട്ടാ? അൻഷാണ്. അച്ചുവിൻ്റെ മിഴികളും അവളെ തിരയുന്നുണ്ട്. സാധാരണ കണ്ടാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു കടിയും തന്ന് പോകുന്നവളാണ്. എന്തേട്ടാ, നിങ്ങളെന്താ വല്ലാതെ? അൻഷിന ആദ്യ കയറി. അർജൻറ്റായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴേ എന്തോ പ്രോബ്ലം കാണുമെന്ന് ഉറപ്പിച്ചതാണ്. നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, എല്ലാം പറയാം. ആരവ്, നീ ചെന്ന് തുമ്പിയെ വിളിക്ക്. ദേവ് പറഞ്ഞ് നിർത്തിയതും ആരവ് എല്ലാവരെയും ഒന്ന് നോക്കി മുകളിലേക്കായി പോയി. ആൻഷും മച്ചുവും ഫ്രഷ് ആവാനായി റൂമിലേക്കും. വെളിച്ചം കണ്ണിലേക്ക് അടിച്ചതും ശിവ തൻ്റെ മിഴികൾ ഒന്ന് ചിമ്മി തുറന്നു. ഒരു പുതപ്പിന് കീഴെ നഗ്നമായി തന്നെ നെഞ്ചിൽ മുഖം വെച്ച് കിടക്കുന്നവളെ ഒന്ന് നോക്കിയവൻ. നല്ല ഉറക്കമാണ് പെണ്ണ്. ഇല്ലിക്കലുള്ള ആൺസന്താനങ്ങളൊക്കെ ഇപ്പോൾ എത്തും. അവനൊരു പുച്ഛത്തോടെ ഓർത്തു. തുമ്പിയെ ഒന്നുകൂടി മുറുക്ക പിടിച്ചു. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല ശിവ. ആരൊക്കെ എതിരെ നിന്നാലും തീർത്ത് കളയും. അവളോടുള്ള പ്രണയത്തിൽ ഭ്രാന്ത് കൂടി കലർന്ന നിമിഷം. ദർശ, പെണ്ണിൻ്റെ ശബ്ദം. ചുവന്ന് കലങ്ങിയ അവൻ്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു. പെണ്ണിൻ്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചവൻ. ഏറെ നേരം കഴിഞ്ഞിട്ടും തുമ്പി നല്ല ഉറക്കമാണ്. തലേന്ന് ഒരുപാട് കരഞ്ഞതിൻ്റെയും മറ്റ് ക്ഷീണം ആവോളം ഉണ്ടായിരുന്നു പെണ്ണിന്. അവളിങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ വിളിക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല അവനും. വർഷങ്ങൾക്ക് ശേഷം 2 ദിവസമായി താൻ സുഖമായി ഉറങ്ങിയെന്ന് തോന്നി.
പ്രതികാരം മാത്രം മനസ്സിലേറ്റി വന്നവനിൽ പ്രണയമെന്ന ഭ്രാന്ത് നിറച്ചവൾ തുമ്പിയുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം ഇത്രയും കാലം നീ എന്തേ എന്നിൽ ചേർന്നില്ല എന്നുള്ള നിരാശയായിരുന്നു അവനിൽ മുന്നിടുന്നത്. ഇങ്ങനെ ഒരു ചെക്കൻ. തുമ്പി തുമ്പി എഴുന്നേറ്റേ, മതി ഉറക്കം. പെണ്ണ് വീണ്ടും ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു. ഒന്ന് വിറച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ നെഞ്ചിൽ വന്ന് എന്തോ തറച്ചതുപോലെ കഴുത്തിൽ പതിക്കുന്ന അവളെ ചുടു നിശ്വാസം, നേർത്ത ആ ശ്വാസത്തിൽ പോലും ഉടലൊന്നാകെ ഉരുകുന്ന പോലെ. ചെക്കൻ്റെ അവസ്ഥ ഒന്നും അറിയാതെ തുമ്പി വീണ്ടും ഉറക്കമാണ്. അവളെ ഇറക്കെ പുണർന്ന് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ വൃഥാ ശ്രമിച്ചവൻ. താളം തെറ്റി ഉയർന്നു മിടിക്കുന്ന അവൻ്റെ ഹൃദയം അവൻ നെഞ്ചിലായി കവൾ ചേർത്ത് വെച്ചവൾ അത് വേഗം തന്നെ മനസ്സിലാക്കി. തുമ്പിയുടെ ചുടികൾ ഒന്ന് വിടർന്നു പോയി. കുറുമ്പോടെ വീണ്ടും ചിണുങ്ങിക്കൊണ്ട് അവനെ മുറുകെ പിടിച്ച് തുമ്പി. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് വേദ, വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്നവൻ. മെല്ലെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. ചുവന്ന് കയറിയ അവൻ്റെ മുഖം വല്ലാത്തൊരു ഓമനത്തമാണ് ആ കുഞ്ഞു മുഖത്ത്. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും. ആദ്യമായി കാണുന്നതുപോലെ അവൾ അവനെ നോക്കി. അവളുടെ മിഴികൾ ഒന്ന് വിടർന്നതുപോലെ. എന്നെ ഇങ്ങനെ നോക്കല്ലടി, അത്രയും പറഞ്ഞ അവളുടെ ചുണ്ടിനെ ഒന്നാകെ നുണഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് വീണവൻ. പിടഞ്ഞുകൊണ്ട് അവൾ അവനെ മുറുക്കെ പിടിച്ചു. അത്രമേൽ കൊതിയോടെ ചുംബിക്കുന്നവൻ പതിയെ അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. തുമ്പിയെ റൂമിലൊന്നും കാണാതെ വന്നതും ആരവ് വെപ്രാളത്തോടെ താഴേക്കോടി. വലിയേട്ടാ, തുമ്പി അവളെ കാണുന്നില്ല. ഇത് കേട്ടുകൊണ്ടാണ് അനുഷും മച്ചും ഹാളിലേക്ക് വന്നത്. ദൈവത്തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അവനാകും എൻ്റെ കൊച്ചിനെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക. ഇപ്പോൾ എന്തായിട്ടാ കാര്യം? മോളെവിടെ? അനുഷായിരുന്നു. ദേവിൻ്റെ ദേഷ്യവും തുമ്പിയെ കാണുന്നില്ലെന്നതും കൂടി ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു അച്ചുവും മനുഷ്യനും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ദർശൻ്റെ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ട് ഇരിപ്പാണ് രണ്ടും. ഇന്നും കൂടി കോളേജിന് അവധി പ്രഖ്യാപിച്ചതാണ് തുമ്പി. സോഫയിൽ കാലം നീട്ടി ചാരിയിരിക്കുന്നവൻ്റെ മടിയിലായി കാലം നീട്ടി അവൻ്റെ വലത് തോളിലേക്ക് തലയും വെച്ച് കിടപ്പാണവൾ. ഫോണിൽ ഏതോ റൊമാൻറ്റിക് സോങ്സ് ആണ്. മിഴികളടച്ച് രണ്ടുപേരും ഏതോ ലോകത്തുന്നതുപോലെയാണ് ഇരിപ്പ്. ഇടയ്ക്കെപ്പോഴോ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ട്. അവൻ അരികിലുള്ളപ്പോൾ മറ്റൊന്നും ഓർക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അവൾ. ഇടയ്ക്കൊക്കെ കുറുമ്പോടെ വെണ്ണ പോലുള്ള അവളുടെ കഴുത്തിൽ മുഖം വെച്ച് ഉരയ്ക്കുന്നുണ്ട് ശിവ. വല്ലാത്തൊരു സുഗന്ധമാണ് അവൾക്ക്. അവൻ്റെ ഉടലിനെ ഒന്നാക്കി ത്രസിപ്പിക്കുന്ന സുഗന്ധം. അവൻ്റെ മുഖം കഴുത്തിൽ അമരുമ്പോൾ അപ്പോഴൊക്കെ തുമ്പി വിറയ്ക്കുന്നുമുണ്ട്. ഇടയ്ക്ക് പെണ്ണെന്ന് കുറുകുമ്പോൾ ആ തൊടുത്ത കവളിൽ അമർത്തി ചുംബിക്കും. ചുരുക്കി പറഞ്ഞാൽ രണ്ടും ഈ ലോകത്തൊന്നുമല്ല. പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടും ദർശന മിഴികൾ ഒന്ന് തിളങ്ങി. വന്യമായൊരു തിളക്കം. അളിയൻസ് വന്നെന്ന് തോന്നുന്നു. ചെക്കൻ കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് പെണ്ണിൻ്റെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. മിഴിച്ച് നോക്കുന്നുണ്ട് തുമ്പി. ദർശ, തുമ്പി എന്താ ചോദിക്കാൻ വന്നതും വീണ്ടും ബെൽ മുഴങ്ങി. ഒരു നിമിഷം കൊണ്ട് തുമ്പിയുടെ മുഖം മങ്ങിയിരുന്നു. ഭയമോ ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ തോന്നിയവൾക്ക്. വീണ്ടും അവനിൽ നിന്നും തന്നെ അകറ്റുമെന്ന ചിന്ത. മിഴികൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. ദർശന അടങ്ങാത്ത പ്രണയമാണ് അവളോട് തോന്നിയത്. വിട്ടുകൊടുക്കലേ, എനിക്ക് നീയില്ലാതെ. ഇടറിക്കൊണ്ടുള്ള പെണ്ണിൻ്റെ വാക്കുകൾ. ശിവയെന്ന് ചിരിച്ചു. ആ കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്ന പോലെ. പിന്നെ പതിയെ അവളുടെ നെറുകിൽ ചുണ്ടമർത്തി. ദർശൻ്റെ ജീവനാണ് നീ, എന്നിൽ വേരൂന്നിയ ഭ്രാന്ത്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാനെൻ്റെ ജീവനെ കൊടുക്കുവോ? ഇനി നീ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല വേദ. ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം നമ്മൾ ഒരുമിച്ചാകും. ഭ്രാന്തമായ വാക്കുകൾ. ആ നിമിഷം വല്ലാത്തൊരു ഭാവമായിരുന്നു അവനിൽ. ആരെയും ഭയപ്പെടുത്തുന്ന ഭാവം. പക്ഷെ ദർശന തുമ്പിക്ക് ആശ്വാസമാണ് തോന്നിയത്. അവനോടുള്ള വിശ്വാസമാണ് അവളിൽ നിറഞ്ഞത്. മറ്റൊന്നും അവൾ അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവനോളം തന്നെ ഭ്രാന്ത് അവളിൽ നിറഞ്ഞു പോയ അവസ്ഥ. ഈ ലോകത്തുള്ള ഒന്നിനും ഇനി അവളെ അവനിൽ നിന്നും അകറ്റാൻ ആവില്ലായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്നവരെ കാണി തുമ്പിയുടെ വിരലുകൾ അവനിൽ ശക്തിയോടെ മുറുകി. തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവളിലെന്നറിയെ അടങ്ങാത്ത സന്തോഷമാണ് അവനിൽ നിറഞ്ഞത്. ഇത്രമേൽ ആരും തന്നെ മുറുകെ പിടിച്ചിട്ടില്ലെന്ന് തോന്നിയവന്. ദേവനും അനുഷും മാരുവും അജുവും ഹരിയും അച്ചുവും അവരുടെ തുമ്പിയെ തന്നെ നോക്കി നിൽപ്പാണ്. ഭയത്തോടെ തങ്ങളെ നോക്കുന്നവൾ. 5 പേരുടെയും ഉള്ളൊന്ന് പിടഞ്ഞു. മുന്നിൽ നിൽക്കുന്നത് തങ്ങളെ തുമ്പിയല്ലെന്ന് തോന്നിയവർക്ക്. എന്നും ആ കണ്ണിൽ കണ്ടിരുന്ന കുറവും കുസൃതിയും ഒന്നും അവളിലില്ല. ശിവയോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നവൾ. ദേഷ്യവും വാശിയും സങ്കടവും ഒരുപോലെ നിറഞ്ഞവരിൽ. ഏട്ടന്മാർക്കൊപ്പം അച്ചുവിനെ കൂടി കണ്ടതും പെണ്ണിന് സങ്കടം കൂടി. അവനും തന്നെ എതിർക്കാനാകും വന്നതെന്ന് തോന്നി. അവളുടെ ആ ചിന്തകൾ അറിയേ അച്ചു ഒന്ന് മിഴികൾ ചിമ്മി കാണിച്ചു. അത് മതിയായിരുന്നു തുമ്പിക്ക്. തനിക്കൊപ്പം അവനുണ്ട് എന്നറിയാൻ.
അവന് തന്നെ മനസ്സിലാകും എന്നറിയാൻ. തുമ്പി, ആരോട് ചോദിച്ചിട്ടാ നീ രാത്രി ഇവനോടൊപ്പം പോയത്? യാതൊരു മുഖവരെയും കൂടാതെയായിരുന്നു ദേവിൻ്റെ വിചാരണ. അവളുടെ നേരെയുള്ള അവൻ്റെ അധികാരഭാവം ദർശിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധത്തിന് തീ കൊളുത്തുന്നത് പോലെയായിരുന്നു. എക്സ്ക്യൂസ് മീ, ഇതൊരു അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആണ്. അളയൻ മറന്നുപോയതാണോ? ഷീ ഈസ് മൈ വൈഫ്. ഭാര്യ ഭർത്താവിൻ്റെ കൂടെ രാത്രിയായാലും പകലായാലും പോകുന്നത് ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അവകാശമില്ലെന്ന് അറിഞ്ഞൂടെ? പുച്ഛത്തോടെ ചോദിക്കുന്നവൻ. അവനെ ജീവനോടെ കത്തിക്കാനുള്ള ദേഷ്യമാണ് മുന്നിൽ നിൽക്കുന്നവരിൽ. തുമ്പി പേടിയുടെ ദർശന ഷട്ടിൽ പിടിമുറുക്കി. വല്ലാത്ത ഭയം തോന്നിയവൾക്ക് ദർശനെ അവർ ഉപദ്രവിക്കുമെന്ന് തോന്നി. ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ശിവ, നീ മാറി നിൽക്ക്. ആരവാണ് ഇവിടെ വെച്ച് ശിവയും ആയൊരു തർക്കം? തുമ്പി വീണ്ടും തങ്ങളിൽ നിന്നും അകന്നു പോകാൻ മാത്രമേ വഴിവെക്കൂ എന്ന് തോന്നിയവന്. പറഞ്ഞല്ലോ അളിയ, ഇവളെൻ്റെ ഭാര്യയാണെന്ന്. എനിക്ക് മുന്നിൽ വെച്ച് ഇവളൊരു വാക്ക് കൊണ്ടുപോലും നോവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അതിന് ഏട്ടനായാലും അച്ഛനായാലും. വല്ലാത്തൊരു ഭാവം നിറഞ്ഞു അവൻ്റെ വാക്കുകളിൽ. മുന്നിൽ നിൽക്കുന്നവർക്ക് അതെളുപ്പം മനസ്സിലായിരുന്നു. അവനിൽ ആളുന്നൊരു അഗ്നിയുണ്ട്. അതിന് മുകളിൽ വീണ്ടും കനൽ കോരിയിടുന്നത് പോലെയായിരുന്നു അവരുടെ വാക്കുകൾ. തുമ്പി മോളെ, വാ, വന്ന് വണ്ടിയിൽ കയറ്. ആൻഷാണ്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കൂടെയുണ്ടാകും എന്നുറച്ച് വിശ്വസിച്ചിരുന്നവർ എല്ലാം തള്ളി പറയുന്നത് പോലെ തോന്നിയവൾക്ക് അവർക്കെല്ലാം അവരുടെ ശരികളാണ്. ഇവിടെ ആരും തൻ്റെ സന്തോഷം കാണുന്നില്ലെന്നും മനസ്സിലായിരുന്നു അവൾക്ക്. നിറയുന്ന കണ്ണുകളെ വാശിയോടെ തടഞ്ഞു നിർത്തിയവൾ. തുമ്പി, അനുസരണക്കേട് കാണിക്കാൻ നിൽക്കലേ. നിനക്ക് ഇവൻ ചേരില്ല മോളെ. ഹരിയാണ്. പുച്ഛമാണ് അവൾക്ക് തോന്നിയത്. അവരെ കാണുന്ന ചേർച്ചക്കുറവ് അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. തുമ്പി, നിനക്ക് ഞങ്ങളെക്കാൾ വലുതാണോ കുഞ്ഞു ഇവൻ? അജുവാണ്. ശിവയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും നിയന്ത്രിച്ച് നിന്നതേയുള്ളൂ അവൻ. എങ്ങനെയും തുമ്പയെ കൂടെ കൊണ്ടുപോകണം എന്ന ആഗ്രഹം മാത്രമാണ് അവർക്ക്. അവനൊപ്പം നിൽക്കുന്ന ഓരോ നിമിഷവും തുമ്പി അവൻ സ്വന്തമാക്കുകയാണ് എന്ന ഭയം. അവൾ എന്നേക്കുമായി തങ്ങളിൽ നിന്നും അകന്നു പോവുകയാണെന്ന ഭ്രാന്ത് 5 പേരെയും ഓരോ നിമിഷവും വരിഞ്ഞു മുറുക്കി. ശിവ ഒരു ചിരിയുടെ മൗനം പാലിച്ചതേയുള്ളൂ. അവൻ്റെ മൗനം പോലും ഒരു വെല്ലുവിളിയാണ് തോന്നിയവർക്ക്. തുമ്പി, ഞാൻ വരില്ല വലിയേട്ടാ. ദേവ് വീണ്ടും അവളെ വിളിച്ചതും മറുപടി പോലെ ഉറപ്പോടെ പറഞ്ഞവൾ. മോളെ, നീ അജുവേട്ടൻ ചോദിച്ചില്ലേ എനിക്ക് നിങ്ങളെക്കാൾ വലുതാണോ ഇവനെന്ന്? ആയിരുന്നില്ല. എനിക്ക് നിങ്ങൾ 5 പേരെക്കാളും വലുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. തുമ്പിയുടെ മിഴികൾ നിറഞ്ഞു. ദർശിൻ്റെ മുഖം ഇരുണ്ടിട്ടുണ്ട്. കുശുമ്പാണേ. അത്രയും സ്നേഹവും വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയും അപ്പയും പോലും ഒന്നും അറിയാതെ നിങ്ങൾക്കരികിലേക്ക് വന്നത്. എല്ലാം തുറന്നു പറഞ്ഞത്. മറ്റാരും കൂടെ നിന്നില്ലെങ്കിലും നിങ്ങൾ എനിക്കൊപ്പം കാണുമെന്ന് കരുതി, എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. പക്ഷെ തോറ്റുപോയി. തുമ്പി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും 5 പേരുടെയും തല ഒരുപോലെ താണു. ഉള്ളിൽ എവിടെയോ അവളുടെ വാക്കുകൾ വല്ലാത്തൊരു പിടച്ചിൽ തീർത്തു. തുമ്പി തൻ്റെ മിഴികൾ അമർത്തി തുടച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ ഏട്ടന്മാർക്ക് എൻ്റെ സന്തോഷമാണ് വലുതെന്ന് കരുതി ഞാനൊരു വിഡ്ഢി. വാവേ, ദേവനൊരു ഞെട്ടലോടെ വിളിച്ചുപോയി. അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ എല്ലാം ചെയ്തേ? സ്വയമേ ന്യായീകരിക്കാൻ ഒന്ന് ശ്രമിച്ചവൻ. പ്രണയം എന്താണ്, അതിൻ്റെ വേദന എന്താണെന്നും വലിയേട്ടനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ദേവൻ വാക്കുകളില്ലാതെ നിന്നും. വലിയേട്ടനും പ്രണയിച്ചിട്ടില്ലേ? ഇന്നും ആ ചേച്ചിയെ മനസ്സിലിട്ട് ജീവിക്കല്ലേ? മറ്റൊരാൾക്ക് സ്വന്തമായതിനെ മോഹിക്കുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും ഏട്ടൻ. തുമ്പി, നീ ഇതെന്തൊക്കെയാ? അൻഷാണ്. ദേവൻ്റെ മുഖം കുനിഞ്ഞത് കാണി ഒരു ശാസനയോടെ അവളെ തടയാൻ ശ്രമിച്ചവൻ. സത്യല്ലേ ഞാൻ ചോദിച്ചത്? അല്ലേ? എൻ്റെ വലിയേട്ടന് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് എന്നോടാ. ഞാൻ ആ ചേച്ചിയുടെ കുലമോ ഗോത്രമോ ജാതിയോ അച്ഛനെയോ അമ്മയോ ആണോ ആദ്യം ചോദിച്ചത്? അല്ലെങ്കിൽ ആ ചേച്ചി നമ്മുടെ സ്റ്റാറ്റസിന് ചേരുവോ എന്നാണോ നോക്കിയത്? ആണോ? അല്ല, എൻ്റെ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടോ എന്നും മേലെ പറഞ്ഞ ഒന്നും തുമ്പിക്ക് വേണ്ടായിരുന്നു. എൻ്റെ ഏട്ടന്മാരെ സ്നേഹിക്കുന്ന ഏട്ടനെ അവരും. അതായിരുന്നു തുമ്പിയുടെ സന്തോഷം. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ പറയുന്നത് അത്രയും ശരിയാണ്. ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് പോയിട്ടും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഏട്ടനെ മറക്കാനായോ? ഇല്ലെന്നും ആ ഓർമ്മകൾ ജീവിക്കുന്നു. മറ്റൊരു വിവാഹത്തിന് എല്ലാവരും നിർബന്ധിച്ചിട്ടും തുമ്പി ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം? ദേവിൻ്റെ കണ്ണ് നിറഞ്ഞു. ശരിയാണ്, അവൾ മാത്രം ഇന്നോളം തന്നോട് അത് ആവശ്യപ്പെട്ടിട്ടില്ല. അവൾ പറഞ്ഞാൽ താൻ അനുസരിക്കും എന്നറിഞ്ഞിട്ട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഏട്ടൻ അനുസരിക്കും എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്നോട് ഏട്ടനോട് സംസാരിക്കാൻ പറഞ്ഞില്ലേ? അന്നും മറുപടി തന്നത് എൻ്റെ ഏട്ടൻ്റെ ജീവിതമാണ്, ഏട്ടൻ തീരുമാനിക്കട്ടെ എന്നാണ്. ഏട്ടൻ്റെ സന്തോഷത്തിനൊപ്പമാണ് ഞാനെന്നും. ദേവ് വേദനയോടെ അവളെ നോക്കി. തോറ്റുപോയതുപോലെ അവളുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും മുന്നിൽ തോറ്റുപോയി.
താൻ കൂടെ നിൽക്കും എന്ന് കരുതി ഓടി വന്നവളെ ചതിച്ചതുപോലെയായി. എനിക്കുമുണ്ടൊരു മനസ്സ്, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമുള്ള മനസ്സ്. ഇന്നോളം ഒന്നിനു വേണ്ടി ഞാൻ നിങ്ങളോട് വാശി പിടിച്ചിട്ടില്ല. നിങ്ങളെ മറികടന്ന് ഒന്നും മോഹിച്ചിട്ടുമില്ല. ഒരു പക്ഷേ തുമ്പി ശ്വാസം എടുത്തതുപോലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാകും. പക്ഷേ ഇപ്പോൾ എനിക്കെന്നെ ദർശന വേണം ഏട്ടാ. തുമ്പി ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ഇവനോടൊപ്പമാണ്. അത്ര നേരം ഇരുണ്ടിരുന്ന ചക്കൻ്റെ മുഖം ഒന്ന് വിടർന്നു. ഹൃദയം ആഞ്ഞൊന്ന് മിടിച്ച് നിന്നതുപോലെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്നു. ഇമച്ചിമ്മതെ അവളെ നോക്കിയിരുന്നവൻ, നിങ്ങളെ സ്റ്റാറ്റസിനൊന്നും ഇവൻ ചേരില്ലായിരിക്കും. പക്ഷേ എനിക്കെൻ്റെ ജീവനാണ്, പ്രണയമാണ്. മറ്റൊന്നും എനിക്കറിയില്ല, അറിയാൻ വേണ്ട. ഇനിയും എന്നെ അവനിൽ നിന്നും അകറ്റാൻ നോക്കിയാൽ തുമ്പി ആരും ജീവനോടെ കാണില്ല. കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവരെ നോക്കിയവൻ. വല്ലാത്തൊരു ആനന്ദം അവനിൽ നിറഞ്ഞുപോയി. തുമ്പിയുടെ ഉള്ളിൽ താൻ മാത്രമാണ് സന്തോഷം. മറ്റാരേക്കാളും മുകളിലാണ് താനെന്ന ലഹരി പകച്ചുകൊണ്ടാണ് ഇരുവരെയും അവർ നോക്കിയത്. അവനിലെ ഭ്രാന്ത് അവളിലും വേരുറച്ചതുപോലെ. അടുത്ത നിമിഷം ദേവ് കാറ്റുപോലെ പുറത്തേക്ക് പോയി. പുറകെ അവരെ നിന്ന് നോക്കി ബാക്കിയുള്ളവരും. അവനൊരു ചിരിയുടെ വിങ്ങിക്കരയുന്നവളെ എടുത്ത് നെഞ്ചോട് ചേർത്തു. തനിക്ക് വേണ്ടി വാദിക്കുന്നവൾ, അവളെ പ്രിയപ്പെട്ടതെല്ലാം വന്ന് മുന്നിൽ നിന്നിട്ട് പോലും തന്നെ നെഞ്ചോട് ചേർന്നവൾ. അവൾക്ക് മുകളിലുള്ള അവൻ്റെ ഭ്രാന്തിന് ശക്തി കൂടുകയായിരുന്നു ഓരോ നിമിഷവും.